ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ ജപ്പാനെതിരെയുള്ള മത്സരത്തിൽ ബ്രസീലിന്റെ മധ്യനിര താരമായ ലുക്കാസ് പക്കേറ്റയ്ക്ക് പരിക്കേറ്റിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന് കളിക്കളത്തിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്നു. ഇപ്പോഴിതാ അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആദ്യം CBF ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടു. അതിൽ പറയുന്നത് ലുക്കാസ് പക്കേറ്റയെ എക്സ്റേ എക്സാമിനേഷന് വിധേയമാക്കിയിട്ടുണ്ട്. അതിൽ നിന്നും മനസ്സിലായത് അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് തൈയിൽ ഇപ്പോൾ ഹാംസ്ട്രിങ് മസിൽ ഇഞ്ചുറി ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആവശ്യമായ ട്രീറ്റ്മെന്റ് എടുക്കും. എത്രയും പെട്ടെന്ന് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ വേണ്ടി ശ്രമിക്കും. ഇതായിരുന്നു CBF സ്ഥിരീകരിച്ച ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ഇപ്പോൾ ESPN ബ്രസീൽ നൽകിയിട്ടുണ്ട്. അതായത് പക്കേറ്റയുടെ പരിക്ക് ഒരൽപ്പം ഗുരുതരമാണ് എന്നാണ് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2 ആഴ്ചയോളം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് ഇനിയിപ്പോൾ വേൾഡ് കപ്പിൽ അദ്ദേഹം ലഭ്യമാവുകയാണെങ്കിൽ അത് വേൾഡ് കപ്പിന്റെ ഫൈനലിന് മാത്രമായിരിക്കും ലഭ്യമാവുക. ജൂലൈ 19 ആവുമ്പോഴേക്കും മാത്രമായിരിക്കും അദ്ദേഹം ഓക്കെ ആവുക എന്നാണ് ESPN ബ്രസീൽ പറഞ്ഞിട്ടുള്ളത്. പരിക്ക് ഒരൽപ്പം പ്രശ്നമാണ്. കുറച്ചു കാലം 2 ആഴ്ചയോളം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമാണ്. നിർണായക മത്സരങ്ങൾക്ക് ലുക്കാസ് പക്കേറ്റ ഉണ്ടാവില്ല എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഡാനിലോ സാന്റോസ് അതുപോലെ തന്നെ എഡേഴ്സൺ തുടങ്ങിയ താരങ്ങളെ ബ്രസീൽ മധ്യനിരയിൽ ഉപയോഗപ്പെടുത്തേണ്ടി വന്നേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.